പൂർണ്ണമായും കിടപ്പിലായ ഒരു രോഗിയെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ കൃത്യമായി നടക്കാൻ പറ്റാത്ത, ഇരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള പല ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ട് തന്നെയാണ്, അല്ലെ? ഒരുപാട് സമയവും പണവും ചെലവുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഇത്തരത്തിൽ സ്വന്തമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ആശ്വാസ കിരണം. കിടപ്പിലായ രോഗികളെ സഹായിക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമാണ് ആശ്വാസ കിരണം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആശ്വാസ കിരണം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇതുമൂലം ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിനായിട്ട് ആവശ്യമുള്ളത്. മാത്രമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിവരങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിയമങ്ങൾ മാറിയേക്കാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടുക. ഞാൻ സാമ്പത്തികമോ നിയമപരമോ ആയ ഉപദേശം നൽകുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് കിടപ്പിലായ രോഗികളെ പരിപാലിക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തെയാണ് ആശ്വാസ കിരണം പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള ഗവൺമെന്റ് ആണ് ഇത് ആരംഭിച്ചത്. ഒരു ബെഡ് റിഡൺ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത്, അതായത് കിടപ്പിലായ രോഗി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാൾ, എല്ലാ കാര്യത്തിനും സഹായം ആവശ്യമുള്ള, സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾ. സർക്കാർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളെ പരിപാലിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. നമുക്കറിയാം, എല്ലാവർക്കും ഹോം നഴ്സിനെ വെച്ച് പരിപാലിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെയർ കൊടുക്കാൻ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹോം നഴ്സ് പോലെയുള്ള സൗകര്യങ്ങൾ വെച്ച് കൊടുത്ത് അതിന് അത്തരത്തിൽ കെയർ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ സമൂഹത്തിൽ എല്ലാവർക്കും ഇല്ല എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ആളുകൾക്ക്, അതായത് ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ ഹോം നഴ്സിന്റെ സഹായം നമുക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ അവരെ പരിപാലിക്കും, അല്ലെ? ആ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അവരെ പരിപാലിക്കും. ഈ പരിപാലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ധാരാളമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതായത് ഒരുപാട് എഫേർട്ട് ഉണ്ട്, അതിന് ഒരുപാട് സമയം വേണം, ശാരീരികപരമായിട്ട് തന്നെ ഒരുപാട് അധ്വാനം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒരുപാട് ചെലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ഒരു പെൻഷൻ പദ്ധതി, അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക സഹായ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം ഒരു എമൗണ്ട് ഈ ഒരു കെയർ ഗിവറിന്, അതായത് കിടപ്പിലായ രോഗിയെ സഹായിക്കുന്ന ആൾക്ക് ലഭിക്കുന്നു. ഏകദേശം 600ഓളം രൂപയാണ് ലഭിക്കുന്നത്. അത് ഭാവിയിൽ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിജപ്പെടുത്തണം. ഇനി ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കാൻ ചില നിബന്ധനകളുണ്ട്. അതായത് കുറച്ച് കണ്ടീഷൻസ് സർക്കാർ പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യന്റ്, അതായത് കിടപ്പിലായിട്ടുള്ള രോഗി ഒന്നുകിൽ ഒരുപാട് കാലമായിട്ട് കിടപ്പിലുള്ള അവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് കിടപ്പിലുള്ള അവസ്ഥയിലായിരിക്കണം. അതുകൂടാതെ സഹായമില്ലാതെ ചലിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലും ആയിരിക്കണം. ഇതെല്ലാം തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന കെയർ ഗിവർ ഉണ്ടല്ലോ, അതായത് ഈ രോഗിയെ പരിപാലിക്കുന്ന ആളും ചില കാര്യങ്ങൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന്, രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളോ ആയിരിക്കണം. മാത്രമല്ല ഫുൾ ടൈം കെയർ ഈ രോഗിക്ക് കൊടുക്കുന്ന ഒരാളുമായിരിക്കണം. മാത്രമല്ല ഇതേ കാര്യം ചെയ്തുകൊണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ രോഗികളെ പരിപാലിച്ചുകൊണ്ട് ആനുകൂല്യം വാങ്ങിക്കുന്ന ഒരാളാവാനും പാടില്ല. ഈ ഒരു ആശ്വാസ കിരണം പദ്ധതി പ്രകാരം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല കേസുകളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സെർട്ടൈൻ ലിമിറ്റ്, അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു പരിധിക്കുള്ളിൽ ആയിരിക്കണം. അത് കവിഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം നമുക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല. അത്തരത്തിൽ ഒരുപാട് അപ്ലിക്കേഷനുകൾ റിജക്ട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുമാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തണം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആശ്വാസ കിരണം പദ്ധതിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, എന്തൊക്കെ രേഖകളാണ് നമ്മൾ അവിടെ കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫിൽ ചെയ്ത അപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം ഈ രോഗിയുടെ, കിടപ്പിലായ രോഗിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത് സർക്കാരിൽ നിന്നോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൽ നിന്നോ ആവാം. അതിനുശേഷം ഈ പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ പേഷ്യന്റിനെ പരിപാലിക്കുന്ന ആളുടെയും ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ID കാർഡ് ആവശ്യമുണ്ട്. കൂടാതെ താമസ സർട്ടിഫിക്കറ്റ്, അത് റേഷൻ കാർഡ് ആവാം, അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് ആവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള കാർഡ് ആവാം. മാത്രമല്ല ഏത് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള പണം വരേണ്ടത്, ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കൊടുക്കണം. കൂടാതെ അപ്ലിക്കബിൾ ആണെങ്കിൽ ഇൻകം പ്രൂഫും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ആശ്വാസ കിരണം പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്കീമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യം അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഓഫീസിൽ നിന്നോ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിൽ നിന്നോ അതുമല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള, കിടപ്പിലായിട്ടുള്ള രോഗിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ രോഗിയെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഈ പരിശോധിക്കുന്ന ഡോക്ടർ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഗവൺമെന്റ് ഡോക്ടറിൽ നിന്നും നിങ്ങൾക്ക് ഈ രോഗിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഈ വാങ്ങിച്ച ഫോം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് പൂരിപ്പിക്കുക. അതിനകത്ത് ആവശ്യമായിട്ടുള്ള ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഫോട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസിൽ ഈ ഒരു ഫോം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഈ ഒരു സബ്മിഷന് ശേഷം, അതായത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നടക്കുന്നത് ഇതിന്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ആണ്. അതായത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത
ഫോം, അതുപോലെ തന്നെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ്സ്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു ആശ്വാസ കിരണം സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കാൻ അല്ലെങ്കിൽ സഹായം ലഭിക്കാനുള്ള അർഹതയുണ്ടോ എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് ഈ ഒരു കാര്യം അപ്രൂവ് ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം ഈ ഒരു എമൗണ്ട് വരും. സോ ആശ്വാസ കിരണം പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസ് സന്ദർശിക്കാം. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള അംഗൻവാടിയിലോ ICDS സെന്ററിലോ ചെന്ന് അന്വേഷിക്കാം. മാത്രമല്ല കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ കോൺടാക്ട് ചെയ്താലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അവർ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് നൽകും. അപ്പോൾ ആശ്വാസ കിരണം പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയെ നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അവർ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പേയ്മെന്റ് ഡിലേ ആണ്. പല ആളുകൾക്കും കൃത്യമായിട്ട് പ്രതിമാസം പേയ്മെന്റ് വന്നിട്ടില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മാസങ്ങളോളം കാത്തു നിന്നിട്ടാണ് പൈസ കിട്ടിയത്. അത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല കുടുംബങ്ങളും റിജക്ട് ചെയ്യപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പല ആപ്ലിക്കേഷൻ ഫോമുകളും തള്ളപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ആശ്വാസ കിരണം പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം ഒരു സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബിനേക്കാൾ വളരെ സ്ലൈറ്റ്ലി കുറച്ച് മുകളിലാണ് എന്നുള്ള കാരണം കൊണ്ട് പല ആപ്ലിക്കേഷനുകളും തള്ളിപ്പോയിട്ടുണ്ട്. സോ ഇൻകം റൂളിനെ കുറിച്ചുള്ള ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥാപനങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ആളുകൾക്ക് പലപ്പോഴും എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനും ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ആളുകളെ വളരെ മികച്ച രീതിയിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് കേരള സർക്കാർ കൊണ്ടുവന്നത്. കാരണം ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളെ പരിപാലിക്കുന്ന ആളുകൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വളരെ മികച്ച ഒരു സഹായം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക്. ആശ്വാസ കിരണം പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലെ? അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 578 രൂപയ്ക്ക് 1 കോടി രൂപയുടെ കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ടും, ജോലി ചെയ്യുന്ന വനിതകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15%, കൂടാതെ 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും ലഭ്യമാണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പ് നൽകുന്നു. മാത്രമല്ല ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആയ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിന് ഉണ്ട്. കൂടാതെ റെഗുലർ ആയിട്ടുള്ള എല്ലാ പേയ്മെന്റുകൾക്കും സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും അവൈലബിൾ ആണ്. അതായത് ഫ്രീ ആയിട്ട് 100% അടച്ച പേയ്മെന്റും തിരികെ ലഭിക്കുന്നു. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിന്നും ടേം ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും വാങ്ങിക്കാം. ഇനി ഞാൻ ചില ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആശ്വാസ കിരണം പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കറക്റ്റ് ഫോർമാറ്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ ചുമ്മാ എഴുതി ഒപ്പിട്ട് അത്തരത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല, കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഗൂഗിളിലൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിലുള്ള ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒരു ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. മാത്രമല്ല നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം സബ്മിറ്റ് ആയി എന്ന തരത്തിൽ ഒരു അക്നോളജ്മെന്റ്, നിങ്ങൾ എവിടെയാണോ സബ്മിറ്റ് ചെയ്യുന്നത്, എനിക്ക് ഈ ഫോം ലഭിച്ചു എന്നുള്ള തരത്തിൽ ഒരു അക്നോളജ്മെന്റ് നിങ്ങൾ അവരിൽ നിന്നും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ ഇരിക്കരുത്, കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക. എന്തായി എന്റെ ആപ്ലിക്കേഷൻ, എന്തെങ്കിലും പ്രോഗ്രസ് അതിനകത്തുണ്ടോ, വെരിഫിക്കേഷൻ കഴിഞ്ഞോ, എപ്പോൾ തൊട്ടാണ് കാശ് ലഭിച്ചു തുടങ്ങുമോ, അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ക്വയറി ഫോളോ അപ്പ് നിങ്ങൾ നടത്തുക. മാത്രമല്ല അവർ ചോദിക്കാത്ത പക്ഷം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ആശ്വാസ കിരണം പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്താണ് ആശ്വാസ കിരണം? അതായത് കിടപ്പിലായ രോഗികളെ സഹായിക്കുന്ന ആളുകൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിന്റെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പദ്ധതി. എത്ര ചെറിയ എമൗണ്ട് ആവട്ടെ, അത് സഹായകമാകുന്ന അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ ആരെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തോ ഇത്തരത്തിൽ ആളുകളുണ്ടെങ്കിൽ, കിടപ്പിലായ രോഗികളെ ഉണ്ട്, അവരെ പരിചരിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അവർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബോസ്വാല മലയാളം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.